മുകളായി ഉണ്ടാക്കുന്നതിനായി 3/4 കിലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഒരു 3/4 ഭാഗം വേവാവുന്നവരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്താണ് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി ഒന്ന് നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മുകളായി നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.